ാണ് മൃതദേഹങ്ങൾ. ഡൽഹി ഹിൻഡൻ എയർഫോഴ്സ് ബേസിൽ വിമാനം സജ്ജമാക്കി നിർത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നു. വ്യോമസേനയുടെ C-130J ഹെർക്കുലീസ് വിമാനമാണ് ദൗത്യത്തിനായി ഇറങ്ങാൻ പോകുന്നത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. അർജുൻ, എല്ലാ ആശയവിനിമയങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. നടപടിക്രമങ്ങൾ വിദേശകാര്യമന്ത്രി നേരിട്ടെത്തി ഏകോപിപ്പിക്കുന്ന സ്ഥിതിക്ക് ഇന്ന് തന്നെ മൃതദേഹങ്ങൾ ഡൽഹിയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണോ മനസ്സിലാക്കുന്നത്? പിന്നീട് കേരളത്തിലേക്കുൾപ്പെടെ അതാത് ആളുകളുടെ സ്ഥലങ്ങളിലേക്ക്, ജന്മനാടുകളിലേക്ക് വിവരങ്ങൾ. പ്രതീക്ഷ തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ കുവൈത്തിൽ നിന്ന് അടക്കം വരുന്ന വിവരങ്ങളനുസരിച്ച് 49 പേരെയും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ബാക്കിയുള്ള ഒരു നടപടിക്രമം എന്ന് പറയുന്നത് മരിച്ചവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുക, അത് എത്രയും വേഗം പൂർത്തിയാക്കുക എന്നുള്ള കാര്യമാണ്. അല്പം മുൻപാണ് നമുക്ക് ഇത്തരത്തിൽ വ്യോമസേനാ വൃത്തങ്ങളിൽ നിന്നും വിവരം ലഭിച്ചത്. ഇവിടെ ഹിൻഡൻ എയർബേസിൽ ഇത്തരത്തിൽ വ്യോമസേനയുടെ C-130J സൂപ്പർ ഹെർക്കുലീസ് വിമാനം തയ്യാറാക്കി സജ്ജമാക്കി നിർത്തിയിരിക്കുന്നു എന്നത് വളരെ വലിയ ഒരു പാസഞ്ചർ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ആണത്. നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്ന് രാത്രിയോടെ തന്നെ ഇത് വിമാനത്തിൽ ആളുകളെ കൊണ്ടുവരുന്ന ഒരു നടപടിയിലേക്ക്, നീക്കത്തിലേക്ക് പോകും. പക്ഷേ എങ്ങോട്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഞങ്ങൾ അല്പനേരം മുൻപ് ഡൽഹിയിലെ നോർക്ക ഉദ്യോഗസ്ഥരായിട്ടടക്കം സംസാരിച്ച സമയത്ത് ഒരു അന്തിമ തീരുമാനം എങ്ങോട്ട് ഈ മൃതദേഹം എത്തിക്കണം എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും അവർക്ക് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ഇന്ന് വൈകിട്ട് വീണ ജോർജ് അടക്കം കുവൈത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. മാത്രമല്ല, കുവൈത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് അവിടെ അമീറും ഒരു വിമാനം തയ്യാറാക്കി സജ്ജമാക്കി നിർത്താൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. കുവൈത്തും അവരുടെ ഒരു ചാർട്ടേഡ് വിമാനത്തിൽ മൃതശരീരങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ സജ്ജമാണ്, അല്ലെങ്കിൽ തയ്യാറാണ് എന്നുള്ള കാര്യം ഔദ്യോഗികമായി തന്നെ വിദേശകാര്യ മന്ത്രാലയത്തെയും വിദേശകാര്യ സഹമന്ത്രിയും അറിയിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ ഒന്ന് രണ്ട് നടപടിക്രമങ്ങൾക്ക് ശേഷമായിരിക്കും ഇത് ഔദ്യോഗികമായി തീരുമാനിക്കുക. ഏത് വിമാനത്തിൽ എങ്ങോട്ടായിരിക്കും കൊണ്ടുവരിക എന്നുള്ള കാര്യം അതിലെന്തായാലും ഔദ്യോഗികമായിട്ടുള്ള തീരുമാനം വരണം. വൈകാതെ തന്നെ, ഒരു പക്ഷേ അടുത്ത 2 മണിക്കൂറിനകം തന്നെ അത്തരത്തിലൊരു ഔദ്യോഗിക തീരുമാനം വരുമെന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. എന്തായാലും അവിടെ നിന്നും ചാർട്ടേഡ് വിമാനത്തിൽ കൊണ്ടുവരാൻ വേണ്ടി എന്തായാലും കുവൈത്ത് അധികൃതർ തയ്യാറായിട്ടുണ്ട്, അവരും സജ്ജമാണെന്ന് പറയുന്നു. അതേസമയം തന്നെയാണ് ഇവിടെ ഹിൻഡൻ എയർബേസിൽ വ്യോമസേനയുടെ C-130J സൂപ്പർ ഹെർക്കുലീസ് വിമാനം സജ്ജമാക്കി നിർത്തിയിരിക്കുന്നത്. ഇതിൽ അന്തിമ തീരുമാനം വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ ഇന്ത്യക്കാരെ 46 എന്ന് പറയുന്ന, ഈ ഔദ്യോഗിക കണക്കനുസരിച്ച് 46 എന്ന് പറയുന്ന ഇന്ത്യക്കാരെ പൂർണ്ണമായിട്ടും നാട്ടിലേക്ക് തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് കടക്കും. ശരി, അർജുനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇന്ന് തന്നെ മൃതദേഹം അവിടെ നിന്നും എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൃതദേഹങ്ങൾ അത് നാട്ടിലെത്തിക്കാനുള്ള ഏകോപനത്തിനായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും അവിടേക്ക് എത്തുകയാണ്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയും ഇപ്പോൾ അവിടെ എത്തി നേരിട്ട് തന്നെ നടപടിക്രമങ്ങൾ വിലയിരുത്തുകയും ഏകോപിപ്പിക്കുകയുമാണ്.